സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കം തടയാൻ ആദർശ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതോടെ സമസ്തയിലെ ഭിന്നത തുറന്ന പോരിലേക്ക് കടന്നു. 3.5 പതിറ്റാണ്ട് മുമ്പത്തെ പിളർപ്പിൻ്റെ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് ഒഴിവാക്കാനാണ് പുതിയ കമ്മിറ്റിയെന്നുമാണ് വിശദീകരണം. സമസ്തയുടെ പേരിൽ സംഘടന രൂപീകരിച്ചത് അച്ചടങ്ക ലംഘനമാണെന്നും നടപടി വേണമെന്നുമാണ് മറുവിഭാഗത്തിൻ്റെ വാദം. ഖാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ഖാസിയാകാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പേരെടുത്ത് പറയാതെയായിരുന്നു പരാമർശം. ഇതിനു പിന്നാലെയാണ് സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായത്. ഇരുഭാഗത്തെയും ഉന്നത നേതാക്കൾ തന്നെ തർക്കത്തിൽ ഇടപെട്ടെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ലീഗ് നേതാക്കളുടെ ആശീർവാദത്തോടെ പുതിയ സംഘടന. ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന അംഗങ്ങളുടെ സംഘടന. 1989 സംസ്ഥയിൽ ഉണ്ടായതുപോലുള്ള പിളർപ്പ് ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് വാദം. മുസ്ലിം ലീഗ് ഒരു പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് രണ്ട് സംഘടനകളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത് എന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുക, അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ പിളർപ്പോ അല്ലെങ്കിൽ ചേരിതിരിവോ അല്ല. ഇതാണ് വാദമെങ്കിലും മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കങ്ങളെ തടയലാണ് പുതിയ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ്. അതേസമയം പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത് അച്ചടക്ക ലംഘനമാണെന്നും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മുഷാവർക്ക് കത്ത് നൽകുമെന്നും എതിർവിഭാഗം പ്രതികരിച്ചു. സുന്നി ഐക്യത്തെ ഭയക്കുന്നതുകൊണ്ടാണ് പുതിയ സംഘടന രൂപീകരിച്ച് നീക്കങ്ങളെ ലീഗ് പ്രതിരോധിക്കുന്നത് എന്നും ഇവർ പറയുന്നു. 24 കോഴിക്കോട്. മിനി ബാബുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. മിനി ബാബു പറയുന്നത്, ഞാൻ ഓർത്തതേ ഉള്ളൂ താങ്കൾ എന്താണ് പിതുക്കുന്ന കാര്യം പറയാത്തതെന്ന്. അതുപോലെ സീന മുഹമ്മദ് പറയുന്നു, വീഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും അമർത്തുക, 24 ചെന്ന് വീഴും പിന്നെ എഴുന്നേക്കേണ്ടതെന്ന്. അപ്പോൾ ഒറ്റ പിതുക്കിന് 24 എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇവർ രണ്ടുപേരും പറയുന്നത്.